എമ്പുരാൻ എന്ന സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് സയ്യിദ് മസൂദ് എന്നാണ്. ഈ പേര് ഹഫീസ് സയ്യിദ് അതുപോലെ മസൂദ് അസ്ഹർ എന്ന രണ്ട് കൊടും ഭീകരരുടെ പേരുകളിൽ നിന്ന് എടുത്ത രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കിയിട്ടുള്ളൊരു പേരാണ്. അതായത് ഹഫീസ് സയ്യിദ് ലഷ്കർ-എ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ്. മസൂദ് അസ്ഹർ ജമ്മു കാശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വന്നിരുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഉപജ്ഞാതാവ് ആണ്. അപ്പോൾ ഈ രണ്ട് കൊടും ഭീകരരുടെ പേരുകൾ ചേർത്ത സയ്യിദ് മസൂദ് എന്ന പേര് പൃഥ്വിരാജ് ഈ സിനിമയിൽ സ്വീകരിക്കുക വഴി രണ്ട് കൊടും ഭീകരരുടെ ശക്തി എന്നിലിതാ സംഗമിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ഈ സിനിമ നമ്മുടെ മുൻപിൽ എത്തുന്നത്. ഈ ഹഫീസ് സയ്യിദ് ലഷ്കർ-എ തോയ്ബ 2008 ബോംബെയിൽ നടന്ന ഭീകരാക്രമണം ഏതാണ്ട് 137ഓളം ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു, 300-ൽ പരം ആൾക്കാർ ഗുരുതരമായ പരിക്കേറ്റു. താജ് ഹോട്ടലിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വച്ച് ഉള്ള നിഷ്ഠൂരമായ ആക്രമണമായിരുന്നു അന്ന് സംഭവിച്ചത്. മസൂദ് അസ്ഹർ 1994 ശ്രീനഗറിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി 95 6 വിദേശ ടൂറിസ്റ്റുകളെ കിഡ്നാപ്പ് ചെയ്ത് അവരെ കസ്റ്റഡിയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തെ മോചിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം 99 ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഡൽഹി ഫ്ലൈറ്റ് ഈ ഒരു കൂട്ടം ഭീകരർ ആ ഫ്ലൈറ്റിനെ കസ്റ്റഡിയിലെടുക്കുകയും വിലപേശുകയും ചെയ്തു. അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ, സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാജ്പേയി തന്നെയാണ് ഇവരുമായിട്ടൊരു ധാരണയിലെത്തുകയും 3 കൊടും ഭീകരരെ മോചിപ്പിക്കുകയും ചെയ്തു. അതിലൊരാളാണ് മസൂദ് അസ്ഹർ. പിന്നീട് 2016 നമ്മൾ കണ്ടു ഈ മസൂദ് അസ്ഹറിൻ്റെ നേതൃത്വത്തിൽ പൊത്താംകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന കൊടും ഭീകരാക്രമണം. അതിലേതാണ്ട് 21ഓളം ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ നിഷ്ഠൂരമായ മനുഷ്യക്കുരുതി നടത്തുന്ന ഈ തീവ്രവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ ആ ശക്തി സംശീകരിച്ചതാണ് ഞാൻ എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കാൻ എന്തിനു വേണ്ടി? ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. ആ സിനിമയിൽ നമുക്ക് കാണാം നരേന്ദ്രമോദി അവതരിപ്പിക്കപ്പെടുന്നു. അതായത് അദ്ദേഹം ആണ് ഈ ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ, പ്രത്യക്ഷമായും പരോക്ഷമായും നേതൃത്വം നൽകിയ ആൾ എന്നുള്ള നിലയിലാണ് ഒരു കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഭജരംഗി എന്ന പേരിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. ആ മോദിജിയുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആ കഥാപാത്രത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മോദിജിയെ, BJPയെ, ഇന്ത്യയുടെ ദേശീയ ജനതയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭരണസാരഥ്യം ഇവിടുത്തെ മത തീവ്രവാദികളുടെ കൈകളിലെത്തണമെങ്കിൽ ഈ തരത്തിലുള്ള കൊടും ഭീകരരുടെ ശക്തി സംഹരിച്ചുകൊണ്ട് പോരാടണം, അടരാടണം എന്ന സന്ദേശമാണ് ഈ സിനിമയിലൂടെ പൃഥ്വിരാജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ നിർമ്മാതാവ് ഗോപാലൻ, അതുപോലെ ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവുമൊക്കെ എഴുതിയ നമ്മുടെ പഴയ സിനിമാ നടൻ ഗോപി, അദ്ദേഹത്തിൻ്റെ മകൻ, ഇവർ 3 പേരും ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിൽ, അത് അവതരിപ്പിച്ചതിൽ സജീവമായ പങ്കുവഹിച്ചവരാണ്. അവരുടെ 3 പേരുടെയും മസ്തിഷ്കത്തിൽ രൂപം കൊണ്ട ഒരു കഥയും ഈ സിനിമയുമാണിത്. മോഹൻലാലിനെ പെടുത്തിയതാണ് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുകയും അദ്ദേഹം മാപ്പപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ തരത്തിലുള്ള സിനിമ നിർമ്മിച്ച്
ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഭദ്രതയ്ക്കും ഏറ്റവും വലിയ ഭീഷണി ഉയർത്തത്തക്ക നിലയിൽ ഇവിടുത്തെ തീവ്രവാദികൾക്ക് പ്രചോദനം നൽകുമാറ് ഇത്തരം സിനിമ എടുത്ത് അവതരിപ്പിച്ച ഈ 3 പേർക്കും ദേശദ്രോഹത്തിൻ്റെ കുറ്റം ചുമത്തി അവരെ തുറുങ്കിലടയ്ക്കേണ്ടതാണ്.